Watch full episodes on Jio Hotstar. വരുൺ ഔട്ടായിരിക്കുന്നു. ലവ്ലി ക്യാച്ച് രുദ്ര. ഇതൊക്കെ ചീറ്റിംഗ് ആണ്. മാജിക് ഇതിന്റെ 6 ക്യാച്ച് ചെയ്തു. പക്ഷെ മാജിക് ചെയ്യാൻ പാടില്ലെന്ന് കണ്ടീഷൻ ഒന്നും ഇല്ലായിരുന്നല്ലോ. തന്നെ ഇപ്പൊ എന്റെ ബാറ്റിംഗ് ആണ്. അതെ, അവർക്ക് മാജിക് അറിയാവുന്ന തോന്നുന്നു. എന്ന് വെച്ചാൽ അവരെ കുറിച്ച് നമുക്ക് കിട്ടിയ വാർത്ത വളരെ ശരിയാണ്. അതെ, നിങ്ങൾ പറഞ്ഞ 100% ശരിയാണ്. അല്ല, ഈ വരുൺ ബോൾ പിടിക്കുന്നതിനകത്ത് രുദ്ര 4-5 റൺ എടുക്കുമെന്ന് തോന്നുന്നല്ലോ. ഇപ്പൊ തന്നെ മാജിക് ചെയ്ത് ബോളിനെ താഴേക്ക് വീഴ്ത്തിയേക്കാം. അന്തർ മന്തർ കാലി കലന്തർ. ബോൾ താഴേക്ക് വന്ന് വിക്കറ്റിൽ ഹിറ്റ്. രുദ്ര ഔട്ട്. മൈര, രുദ്രയല്ല ഔട്ടായത്, ഞാനാണ്. നിന്നെ ഞാൻ വെറുതെ വിടില്ല, നോക്കിക്കോ. നോട്ട് ഔട്ട്. ഞാൻ അതിനു മുമ്പേ റീച്ച് ആയി കഴിഞ്ഞു. ഔട്ട് ഔട്ട്. അമ്പയർ രംഗീല, തേർഡ് അമ്പയറിനെ കൺസൾട്ട് ചെയ്ത് പറ. തേർഡ് അമ്പയർ പറയൂ, എന്താണ് സംഭവിച്ചത്? ഓ നോ. ചേടാ, ബോൾ എവിടെയാ പോയത്? ആ കാക്ടസ് കുറ്റിച്ചെടിയുടെ അടുത്തോടെ പോയത്. വാ, നമുക്ക് പോയി നോക്കാം. ഹലോ, ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട്. ഇവിടേക്ക് നോക്ക്. ഈ ശബ്ദം എവിടുന്ന വരുന്നേ? ഇത് കൊള്ളാലോ, ബോള് കിട്ടിപ്പോയി. ചേടാ, നിങ്ങളാരാണ്? ഇത്രയും ചെറിയ മനുഷ്യനോ? ഞങ്ങളാണ് മിസ്റ്റർ ആൻഡ് മിസ്സസ് മഷ്റൂം. പിന്നെ ഞങ്ങള് ഹർബോണിയ സിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഭൂമിയുടെ അടിയിൽ ഞങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. അവരൊക്കെ ഏതെങ്കിലും ഹെർബ് അല്ലെങ്കിൽ മരം ചെടികൾ കൊണ്ട് ഉണ്ടായവയാണ്. നിങ്ങളുടെ ലോകം ഇപ്പോൾ അപകടത്തിലാണ്. അങ്ങനെയുള്ള സമയത്താണ് ഞങ്ങൾ ലോകം ചുറ്റിക്കാണാൻ ഇറങ്ങുന്നത്. മനുഷ്യരില്ലാത്ത സമയത്ത്. പക്ഷെ കിങ് സ്കെയർക്രോ കിങ് ആണ്. അപകടത്തിലാണെന്നോ? എന്തപകടം? ഞങ്ങളുടെ കിങ് സ്കെയർക്രോ നിങ്ങളുടെ ലോകത്തെ നശിപ്പിക്കാനായി ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ കുറേ ദിവസങ്ങളായി നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് നല്ലോണം മാജിക് അറിയാമല്ലോ. ആ മാജിക് യൂസ് ചെയ്ത് നിങ്ങൾ കിങ് സ്കെയർക്രോയെ തോൽപ്പിക്കണം. എന്നിട്ട് നിങ്ങളുടെ ലോകത്തെ നിങ്ങൾ രക്ഷിക്കണം. എന്റെ പേര് രുദ്ര എന്നാണ്. ഇത് മൈറ, അത് വരുൺ, ഇത് രംഗീല. നിങ്ങളുടെ രാജാവ് എന്തിനാ ഞങ്ങളുടെ ലോകത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഞങ്ങൾ അദ്ദേഹത്തിന്റെ ശത്രുവൊന്നുമല്ലല്ലോ. ഞങ്ങളുടെ ലോകം വലിപ്പം കൊണ്ട് വളരെ ചെറുതാണ്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിക്കുന്ന സമയത്ത് ഭൂമിയിൽ ഇറങ്ങി ചുറ്റിക്കറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങള് നിങ്ങളെപ്പോലുള്ള മനുഷ്യരുടെ കാലിനടിയിൽപ്പെട്ട് ചതഞ്ഞിറങ്ങി പോകും. അതുകൊണ്ട് കിങ് സ്കെയർക്രോ തീരുമാനിച്ചിരിക്കുന്നത് ഭൂമിയിലുള്ള മനുഷ്യരെ മുഴുവനും നശിപ്പിച്ച് കളയാമെന്നാണ്. അപ്പൊ പിന്നെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് സ്വതന്ത്രമായി ചുറ്റിക്കറങ്ങാമല്ലോ. പക്ഷെ നമ്മൾ തമ്മിൽ പകയൊന്നുമില്ലല്ലോ. ഞങ്ങൾ എപ്പോഴാണ് ഭൂമിയിൽ ചുറ്റിക്കറങ്ങാൻ ആഗ്രഹിക്കുന്നതെന്നറിയാവോ? മനുഷ്യരില്ലാത്ത സമയത്താണ്.
പക്ഷേ കിങ് സ്കെയർക്രോ കിങ് ആണ്. അദ്ദേഹത്തിന് തോന്നുമ്പോഴൊക്കെ ചുറ്റിക്കറങ്ങും. അദ്ദേഹത്തിന്റെ വീട്ടിലെ കുറച്ച് ആളുകൾ മനുഷ്യന്റെ കാലിനടിയിൽപ്പെട്ട് മരിച്ചുപോയവരാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പകരം വീട്ടാൻ ശ്രമിക്കുന്നത്. Ibaiska small size creato. നിങ്ങളുടെ ഈ മാജിക് അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രമേ കിങ്ങിനെ തോൽപ്പിക്കാൻ പറ്റൂ. ഞങ്ങളോടൊപ്പം വരൂ. ഇതാര്? ചെറിയ ചെറിയ മനുഷ്യരോ? അവരിവിടെയും എത്തിക്കഴിഞ്ഞോ? മനുഷ്യർ ഇവിടെ എത്തിക്കഴിഞ്ഞു. ആന്റി, അങ്കിൾ. ചേട്ടാ ഇതാകെ പ്രശ്നമായല്ലോ. ഒന്ന് തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ്. അയ്യോ, പറയുന്നത് കേക്ക്. ഞാൻ പറയുന്നതൊന്ന് കേക്ക്. അല്ല, പേടിക്കണ്ട കേട്ടോ, ഞങ്ങളൊക്കെ നിന്റെ കൂട്ടുകാരാ. നട്ട് ബോയ്, നീ എന്താ ഈ കാണിക്കുന്നേ? ഞാനാണ് ഇവരെ കൂട്ടിക്കൊണ്ട് വന്നത് നമ്മുടെ ലോകം കാണിക്കാനായിട്ട്. നമ്മുടെ ലോകത്തിനെ കിങ് സ്കെയറിൽ നിന്ന് രക്ഷിക്കാൻ കൂടി വേണ്ടിയാണ്. മനസ്സിലായോ? പക്ഷേ ഇവരും നമ്മളെ പോലെ ചെറിയ ചെറിയ മനുഷ്യരാണല്ലോ. ഇവരെ കൊണ്ട് എങ്ങനെ സ്കാർക്രോയെ തോൽപ്പിക്കാൻ പറ്റും? അയാള് വളരെ ഡേഞ്ചറസ് ആണ്. ഇവർക്ക് മാജിക് നല്ലോണം അറിയാം. ആ മാജിക് ഉപയോഗിച്ചാണ് അവർ ചെറുതായി മാറിയത്. അവരവരുടെ മാജിക് ഉപയോഗിച്ച് കിങ് സ്കെയർക്രോയുടെ കഥ അവസാനിപ്പിക്കും. പക്ഷെ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ലോകത്തിനെ എന്തിനാ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ എല്ലാവരും വളരെ ചെറിയ സൈസാണ്. നിങ്ങൾക്ക് ഹ്യൂമൻസിനെ എങ്ങനെയാ നശിപ്പിക്കാൻ കഴിയുന്നേ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ അയാൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോകാറേ ഇല്ല. പക്ഷെ ആർക്കെങ്കിലും ഞങ്ങളുടെ കൂടെ വന്നാലേ പറ്റത്തുള്ളൂ വഴി കാണിച്ചു തരാനായിട്ട്. ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ വരാൻ കഴിയില്ല മോനെ. ഞങ്ങളുടെ മഷ്റൂം ഫീൽഡിനുള്ള സമയമായിരിക്കുന്നു. നട്ട് ബോയ്, നീ ഇവരോട് ചെന്ന് അയാളുടെ കൊട്ടാരം എവിടെയാണെന്ന് കാണിച്ചു കൊടുക്ക്. ഇല്ലല്ല, ഞാനൊന്നും അങ്ങോട്ട് പോവില്ല. അവിടെ വളരെ ഡേഞ്ചറസ് ആണ്. മെഡ് ബോയ്, കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്ക്. ഇവരുടെ കയ്യിൽ മാജിക് ഉണ്ട്. നിനക്ക് ഒരു അപകടവും സംഭവിക്കില്ല. നട്ട് ബോയ്, നിനക്കൊന്നും സംഭവിക്കത്തില്ല. നീ കണ്ടതല്ലേ, ഞങ്ങളുടെ കൈവശം മാജിക്കൽ പവേഴ്സ് ഉണ്ട്. നീ ആ സ്ഥലം ദൂരെ നിന്ന് കാണിച്ചാൽ മതി. അയാൾ എവിടെയാ താമസിക്കുന്നതെന്ന്. പിന്നെ നീ മുന്നോട്ട് വരേണ്ട കാര്യമില്ല. മെഡ് ബോയ്, മതിയാക്ക്. കൂട്ടിക്കൊണ്ടു പോ. അവരോടൊപ്പം കൂട്ടുകൂട്. ഇനി മുതൽ നിങ്ങൾ കൂട്ടുകാരാണ്. നട്ട് ബോയ്, ബാഡ് മാനേഴ്സ്. കൈ ശരിയായ രീതിയിൽ കൊടുക്ക്. ഫ്രണ്ട്സ്, ഇവിടെ എങ്ങും അപകടമുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ എസ്കേപ്പ് ആകും. എന്നെ തടഞ്ഞു നിർത്തരുത് കേട്ടോ. എന്നാ ശരി, ഞങ്ങൾ നിന്നെ തടയില്ല. കേക്ക് കേക്ക്, ശ്രദ്ധിച്ച് കേക്ക്. കിങ് ഓഫ് കിങ്സ്, കിങ്സ് കാറ്റ്ലോ ഇതാ എഴുന്നള്ളുന്നു. ജോലി പെട്ടെന്ന് തീർക്ക്. നോക്കി നിൽക്കാതെ വേഗത്തിൽ ചെയ്യേ. എന്റെ അടുത്ത് സമയം തീരെയില്ല. കിങ്സ് കാറ്റ്ലോ, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. എന്താ കാര്യം? എന്താണ് ആ വാർത്ത? ഒരു വാർത്ത കിട്ടിയിട്ടുണ്ട്. ചില മനുഷ്യരിങ്ങോട്ട് വന്നിട്ടുണ്ട്. അതൊരു വലിയ കള്ളമാണല്ലോ. മനുഷ്യൻ എങ്ങനെ ഈ ലോകത്തേക്ക് വരാൻ കഴിയും? മനുഷ്യന്റെ വലിപ്പം വളരെ വലുതാണല്ലോ.
അതുകൊണ്ട് തന്നെ അവരെ അവസാനിപ്പിച്ചേ മതിയാകൂ. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ അധ്വാനിക്കുന്നത്. നമ്മളെ പോലെ തീരെ ചെറിയ ആൾക്കാർ ജീവിക്കുന്ന ലോകത്തേക്ക് അവർക്ക് എങ്ങനെ വരാൻ കഴിയും? അവർക്കൊക്കെ മാജിക് അറിയാവുന്ന പറയുന്നത്. അവരൊക്കെ ചെറിയ മനുഷ്യരായ ഇങ്ങോട്ട് വന്നേക്കുന്നെന്ന്. ശരി, ഓരോ നിമിഷവും എന്നെ വിവരം അറിയിച്ചുകൊണ്ടേയിരിക്കണം. ഒരു കാരണവശാലും അവരുടെ അടുത്തേക്ക് പോകാൻ പാടില്ല. അവർക്കൊരു തരത്തിലും സംശയം തോന്നരുത്. വേഗം പോ. നോക്ക്, അത് കാണാൻ എന്തുമാത്രം ഭംഗിയാണല്ലേ. കാണാൻ മസ്കിറ്റോസ് പോലെയുണ്ടല്ലോ. സോ ബ്യൂട്ടിഫുൾ. ഓടിക്കോ, ഓടിക്കോ. അത് ഭംഗിയുള്ളതല്ല, ഡേഞ്ചറസ് ആണ്. ഓടിക്കോ. മൈര ഓടിക്കോ. എന്തൊരു ഗുലുമാല. അയ്യോ രുദ്ര. ഇതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടൊന്നും വരാത്തത്. ഞാൻ ഇതുകൊണ്ടാ വരാത്തത് പറഞ്ഞേ. നിങ്ങൾ കാരണം ഞാൻ ആകെ കുടുങ്ങിപ്പോയി. നിനക്കെന്നെ കൂട്ടുകാരെ കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ല. രക്ഷപ്പെട്ടു. Thank you, രുദ്ര. അതിന് ആവശ്യമൊന്നുമില്ല. ഞാൻ പുറത്തേക്ക് വരട്ടെ. എല്ലാരും സേഫ് ആണല്ലോ അല്ലേ? അതെ അതെ, എല്ലാരും സേഫ് ആണ്. നീ വിളിവാ. അത് കണ്ടോ? മനുഷ്യരെങ്ങനെ ഇങ്ങോട്ട് വന്നത്? പിടിച്ചവരെ കിങ്സ് കാറ്റോടെ അടുത്ത് കൊണ്ടുപോ. നമുക്ക് സമ്മാനം കിട്ടും. നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. ഇവരുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് ഒരു പ്രയോജനവും ഇല്ല. നമുക്ക് മുന്നോട്ട് പോകണം. പിടിക്കവരെ ആരും രക്ഷപ്പെടാൻ പാടില്ല. രുദ്ര, ട്രീ റൂട്ട്സ് താഴെ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. Sibaiska, let's ride around wheel. എനിക്ക് പേടിയാവുന്നു. ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിക്ക് എന്നെ താഴെ ഇറക്കി ഇവിടെ. എനിക്ക് തല കറങ്ങുന്നു. എനിക്ക് പറക്കാൻ പറ്റില്ല. എനിക്ക് പേടിയാവുന്നു. അവർ രക്ഷപ്പെട്ട് പറന്നുപോയി. താങ്ക് യു. ഇനി നമുക്ക് നടന്നു തന്നെ പോകാം. പറക്കുമ്പോ എനിക്ക് തല കറങ്ങുന്നു. അല്ല, ഇവിടെ ഒരു അരുവിയും ഉണ്ടല്ലോ. ആ, മുകളിലുള്ള മേഘത്തിൽ നിന്നാണ് വെള്ളം ഇങ്ങോട്ട് വരുന്നത്. ഇതൊക്കെ കാണാൻ എന്ത് ക്യൂട്ടല്ലേ. അതെ, അത് ക്യൂട്ടൊന്നുമല്ല. ക്യൂട്ടായിട്ട് തോന്നുന്നതെല്ലാം വളരെ ഡേഞ്ചറസ് ആണ്. സൂക്ഷിക്കണം. അപകടം പിടിച്ച സാധനങ്ങളാണ്. അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ.
നട്ട് ബോയ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. മൈര, വരുൺ. രുദ്ര! രുദ്രയെ നമ്മളിപ്പോ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. വേഗം വാ, പെട്ടെന്നാവട്ടെ. ആ പെട്ടെന്ന്. തിരി നിക്ക്, ഓടിക്കോ. തിരി നോക്കാതെ ഓടിക്കോ. മുന്നോട്ട് പോകരുത്. നിങ്ങളുടെ കഥ അവസാനിപ്പിച്ച് കളയും. ഇവരുടെ ബോസ് അവിടെയുണ്ട്, അങ്ങോട്ട് പോകരുത്. രുദ്ര, രുദ്ര, രുദ്ര. മൈര, എനിക്കിപ്പോ ഒരു ഐഡിയ ഉള്ളൂ. നീ നിന്റെ മാജിക് ചെയ്യേ, എന്നാലേ എനിക്ക് രുദ്രയുടെ അടുത്ത് എത്താൻ പറ്റൂ. എന്നിട്ട് അവനെ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നേക്കാം. അതെ, നീ പറഞ്ഞത് ശരിയാ. പക്ഷെ അത് കാരണം നിന്റെ ജീവൻ ആപത്തിലാകും. അതും ശരിയാ. ആദ്യം രുദ്രയെ രക്ഷിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യാ. അന്തർ മന്തർ കാളി കലന്തർ, വേഗം ചെന്ന് രുദ്രയെ ഹിറ്റ് ചെയ്യ്. മൈര, താങ്ക് യു. നിങ്ങൾ ചെയ്തത് മഹാസാഹസമായിരുന്നു. അല്ലെങ്കിൽ എന്റെ കഥ തീർന്നു പോയേനെ ഇന്ന്. ഞാൻ പുറത്തേക്ക് വരട്ടെ. എല്ലാരും സേഫ് അല്ലേ? വന്നോ വന്നോ, എല്ലാരും സേഫ് തന്നെയാ. രുദ്ര, അതിന് പറന്ന് ഇവിടുന്ന് കടന്നു പോകാൻ പറ്റില്ല. ഒരുപാട് മുകളിലേക്ക് പറന്നാൽ പക്ഷികൾക്ക് ഇരയായി പോകും. ഇനി അവർ താഴോട്ട് പറന്നാൽ മീനുകൾക്ക് ഇരയായി പോകും. ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഒറ്റ വഴിയേ ബാക്കിയുള്ളൂ. എന്താ അത്? തിരി നിന്നിട്ട് തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. ഇതിപ്പോ ആകെ ഗുലുമാലായല്ലോ. ഇവന്റെ കയ്യിൽ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ. നിനക്ക് നമുക്ക് ലോട്ടസിനകത്തിരുന്ന് കടന്നു പോകാം. അവർക്ക് ആർക്കും അറിയത്തില്ല. അത് കണ്ടോ, അവിടുന്ന് ഒരു ലോട്ടസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതിൽ ഹ്യൂമൻസ് ആണ് വരുന്നെന്നാ പറഞ്ഞത്. അതിൽ ഒറ്റ ഒരുത്തൻ പോലും രക്ഷപ്പെടരുത്. എല്ലാത്തിനും തീർത്തേക്ക്. താഴോട്ട് ചാടിക്കോ, ലോട്ടസ് ബേസ്റ്റ് ആക്കാൻ പോവാണ്. ഇതെന്തൊരു ജീവിയാണ്?
എത്ര കഷ്ടപ്പെട്ടാ നമ്മൾ രക്ഷപ്പെട്ടത്. മരണത്തിന്റെ എഡ്ജ് വരെ പോയിട്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ തിരിഞ്ഞു നോക്കാതെ ഓടിക്കോന്ന്. നീ ഉറപ്പായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുക്കണം കേട്ടോ. ഒരു ഗോൾഡ് മെഡൽ നിനക്ക് ഉറപ്പായിട്ടും കിട്ടും. കിങ് സ്കാർക്രോ അവർ ആ ലേക്ക് കടന്നു കഴിഞ്ഞു. എന്ത്? ലേക്ക് ക്രോസ് ചെയ്ത് വന്നെന്നോ? അതിന്റെ അർത്ഥം അവരുടെ മാജിക് വളരെയധികം ശക്തമാണെന്നാണ്. എന്തെങ്കിലും ചെയ്ത് അവരെ പിടികൂടാൻ നോക്ക. എത്രയും പെട്ടെന്ന് അവരെ പിടിച്ചു കെട്ടി എന്റെ മുന്നിൽ കൊണ്ടുവരണം. ചെല്ലേ. അവിടെ ഒരു പാലസ് കാണുന്നില്ലേ? അവിടെയാണ് കിങ് സ്കാർക്രോ താമസിക്കുന്നത്. ഇവിടുന്ന് മുമ്പോട്ട് ഞാൻ തരത്തില്ല. ശരി, നീ ഇവിടെ തന്നെ നിന്നോ. താങ്ക് യു. നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നീ തിരിച്ചു പോയിക്കോ. എന്തോന്ന് തിരിച്ചു പോകാനോ? ഞാൻ തനിച്ചൊന്നും പോകില്ല. ലേക്ക് കടന്ന് ഞാൻ എങ്ങനെയാ പോവാ? ആ കാട് ഞാൻ തനിച്ച് എങ്ങനെയാ കടന്നു പോവുക? അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്നേക്കാം. നിങ്ങൾ ജോലി കഴിഞ്ഞിട്ട് വാ, എന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോ. എന്നാ ശരി, പക്ഷെ നമ്മൾ ഇവനെ പോലെ ഗെറ്റപ്പ് ചേഞ്ച് ആക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. എങ്കിലേ നമ്മൾ ആരെയും സംശയിക്കത്തില്ല. എന്താ? ഇതാ ഹ്യൂമൻസ് മെജീഷ്യൻസ് ആണ്. അവരിവിടം വരെ എത്തിയോ? നീക്കവിടെ. രുദ്ര പെട്ടെന്ന് വിട്ടോ, അവൻ നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. രുദ്ര മുൻപോട്ട് നോക്ക്. മുന്നിൽ വലിയ കുഴിയാണ് രുദ്ര. കൈ രണ്ടും മേലോട്ട് പൊക്കി വെച്ചിട്ട് നീക്ക. കൈ താഴോട്ടല്ല, മേളിലോട്ട് പൊക്കേ. ആദ്യം ഞാൻ കൈ ഒന്ന് മുന്നോട്ട് നീട്ടിക്കോട്ടെ, പിന്നെ ഞാൻ മേലോട്ട് പോക്കാം. നീ എല്ലാം മറന്നു പോ. നീ കണ്ടതെല്ലാം മറന്നു പോകട്ടെ. നീ പോയിട്ട് നിന്റെ ജോലി നോക്ക്. നീ കണ്ടതെല്ലാം മറന്നു പോകട്ടെ. നീ ഞങ്ങളെ ആരെയും കണ്ടിട്ടില്ല. നീ കണ്ടതെല്ലാം മറന്നു പോകട്ടെ. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല. എന്തിനാ ഇങ്ങനെ ലൈനിൽ പോകുന്നത്? ആ, അത് നിനക്കറിയില്ലേ? രാജാവിന് വേണ്ടി എല്ലാ ജ്യൂസും എടുക്കാൻ വേണ്ടി പോവാണ്. അതെ അതെ, അക്കൂട്ടത്തിൽ ഞാനും പോകേണ്ടതാ. അതാ ഞാൻ കൺഫേം ചെയ്തത്. വേഗം ചെല്ലേ. ചെല്ല്, ജോലി കിടങ്ങ. എന്താ വായി നോക്കി നിൽക്കുന്നേ? ചെല്ലേ, പോ. അതെ അതെ, ചെയ്തോളാം ചെയ്തോളാം. വരൂ വരൂ, എല്ലാരും വരൂ. ഇത് സ്നാക്സ് ടൈമാണ്. വരൂ. നല്ലോണം നോക്ക്, കീടങ്ങൾ വല്ല അകത്തുണ്ടോന്ന്. ഇല്ല ഇല്ല, ഓക്കെയാണ്. നിന്നെ ഇതിനു മുന്നേ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ എവിടെന്നാ വന്നത്? ഞങ്ങൾ സിറ്റിക്ക് പുറത്ത് ലേക്കിന്റെ അക്കരയിലാ താമസിക്കുന്നത്. ഓ, അങ്ങനെയാണോ? നിങ്ങളുടെ ഫേസ് കണ്ടിട്ട് പുതിയതായിട്ട് തോന്നി, അതുകൊണ്ടാ ചോദിച്ചത്. ആ ഗാർഡ് കുറെ നേരമായിട്ട് എന്നെ തന്നെ എന്തിനാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? മൈറ, വരുൺ, നിങ്ങൾക്കാർക്കെങ്കിലും തല കറങ്ങുന്നുണ്ടോ? അതെ, ഒരല്പം അങ്ങനെ തോന്നുന്നുണ്ട്. എനിക്കും അങ്ങനെ തോന്നുന്നു. നോക്ക്, ഇവിടെ എന്തോ അപകടമുണ്ട്. നമ്മൾ എക്സ്പോസ് ആയെന്നാ എനിക്ക് തോന്നുന്നേ. ഇപ്പൊ നട്ട് ബോയിന്റെ മന്ത്രം നമ്മൾ ഫോളോ ചെയ്യണം. അതേത് മന്ത്രവാ? തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. അവർക്ക് നമ്മളെ കുറിച്ച് മനസ്സിലായിന്നാ തോന്നുന്നേ. അവര് ജ്യൂസിൽ എന്തോ കലർന്നു തന്നിരിക്കുക. ഏയ്,
ഇത് മനുഷ്യരാണല്ലോ. ഹ്യൂമൻസ്, മനുഷ്യരോ? ഇവിടെയോ? അവരെങ്ങനെ വന്നു? സൂക്ഷിക്കുക, ജാഗ്രത പാലിക്കുക. അവരൊന്നും ഇവിടുന്ന് രക്ഷപ്പെടാൻ പാടില്ല. ഒറ്റ ഒരുത്തനും രക്ഷപ്പെടാൻ പാടില്ല. ഇങ്ങോട്ട് വന്നവർ ഒരുത്തനും പുറത്തു പോകാൻ പാടില്ല. അവര് പുറത്തു പോയോ? വിടരുത്. അവരെ തേടി കണ്ടുപിടിക്കുക എത്രയും പെട്ടെന്ന്. ഒരു പക്ഷേ അവന്മാർ ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ നിങ്ങൾ ആരും പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. തളർന്നു പോയി. അതെ, നമ്മൾ തളർന്നു പോയി. പക്ഷെ രാത്രി മുഴുവൻ ഇവിടെ ഇരിക്കണ്ടേ? വല്ലാതെ തല കറങ്ങുന്നു, ഉറക്കവും വരുന്നുണ്ട്. അവര് ജ്യൂസിൽ എന്തോ കലർന്നിട്ടുണ്ട്. നമ്മുടെ മേളിൽ പുല്ലിട്ടിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങിയേക്കാം. ഇതേതോ വലിയ പക്ഷിയുടെ കൂടാണെന്ന് തോന്നുന്നു. ഇന്ന് നെറ്റ്ബോയുടെ മന്ത്രവാ നമ്മളെ രക്ഷിച്ചത്. വല്ലാതെ ഉറക്കം വരുന്നു. അങ്ങോട്ട് ഞാൻ പുറത്തേക്ക് വരട്ടെ. എല്ലാരും സേഫ് ആണല്ലോ അല്ലേ? നിങ്ങളിപ്പോ തിരിച്ചു വന്നു അല്ലേ? നമ്മളിപ്പോ തിരിച്ചു വീട്ടിലേക്ക് പോയാലോ? ബോയ്, നിന്റെ മന്ത്രം ഞങ്ങളെ നല്ലോണം സഹായിച്ചു കേട്ടോ. അപകടമുണ്ടായപ്പോൾ ഞങ്ങൾ നീ പറഞ്ഞതുപോലെ തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവരെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ മന്ത്രമാണ് നല്ലതെന്ന്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒളിച്ചോടുന്ന കൂട്ടത്തിലല്ല. അതെ, നമ്മൾ തിരിച്ചും അങ്ങോട്ട് തന്നെ പോണം. നമ്മൾ കണ്ടതാണ്, അവൻ അവിടെ എന്തോ ചെയ്യുന്നുണ്ട്. ഏതോ ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ട് വലിയൊരു ടാങ്കിൽ ശേഖരിച്ചു വെക്കുവാണ്. അവൻ ഈ ലോകത്തിനെ എങ്ങനെയാ നശിപ്പിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അതാദ്യം തേടി കണ്ടുപിടിക്കണം. അതെങ്ങനെയാ നിങ്ങളെ കണ്ടെത്താൻ പോകുന്നേ? അവര് നിങ്ങളെല്ലാവരെയും അടയാളം കണ്ടുപിടിച്ചില്ലേ? നിങ്ങൾ അതിനകത്ത് പോയാൽ കുടുങ്ങിപ്പോകും, അത് ഉറപ്പാ. അപ്പൊ ഇവിടുത്തെ ആളുകൾ ആരെങ്കിലും നമ്മൾ പറഞ്ഞു ജയിക്കണം. ഇവിടെയുള്ള ആരും നിന്നെ സഹായിക്കാൻ വരില്ല. എല്ലാരും അവരെ കണ്ട് പേടിക്കുന്ന ആലാ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ആരും മനുഷ്യരെ വിശ്വസിക്കാറേ ഇല്ല. ഒരാൾക്ക് വിശ്വാസമുണ്ട്. അവനാരാ? അതവൻ തന്നെ, ഞങ്ങളുടെ കൂടെ ഇത്രയും ദൂരം നടന്നു വന്നവൻ. എന്നെയൊക്കെ മറന്നേക്ക്. ഞാൻ നിങ്ങളെ ഈ കാര്യത്തിൽ സഹായിക്കുകയില്ല. അവിടെ ചെന്ന് പെട്ടാലേ പിന്നെ ജീവനോടെ തിരിച്ചു വരാൻ പറ്റുകയില്ല. നിങ്ങളുടെ അടുത്ത് മാജിക് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടെ. മാജിക് പവർ മാത്രമില്ലെങ്കിലേ ആ നിമിഷം നിങ്ങൾ കുടുങ്ങി പോകുമായിരുന്നു. നിൽക്ക്, 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 നിൽക്ക്. നട്ബായ് പറയുന്നത് കേക്ക്. നീ പറയുന്നത് കേക്ക്. നീ അകത്തോട്ട് പോയിട്ട് ഒരു കാര്യം മാത്രം കണ്ടുപിടിച്ചാൽ മതി. അവൻ ആ ജ്യൂസ് എങ്ങനെ യൂസ് ചെയ്യാൻ പോകുന്ന അറിഞ്ഞാൽ മതി. പിന്നെ എപ്പോഴാ യൂസ് ചെയ്യുന്നെന്നും. ഇല്ല ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല. മമ്മി, ഞാനിതാ വരുന്നു. ആന്റി, നിൽക്ക്, നട്ബോയ് നിൽക്ക്. നട്ബോയ് പ്ലീസ്, ഞങ്ങളെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ. പ്ലീസ് പ്ലീസ്, നിനക്കൊന്നും സംഭവിക്കത്തില്ല. അതെങ്ങനെ സംഭവിക്കുന്നത് പറഞ്ഞത്? നിങ്ങളൊക്കെ പറന്നല്ലേ അപ്പുറത്തേക്ക് വന്നത്. ഓടി വരാൻ ശ്രമിച്ചെങ്കിലേ നിങ്ങൾ കുടുങ്ങിപ്പോയേനെ. രുദ്ര, നെറ്റ് ബോയിനും ഒരല്പം മാജിക് പവർ കൊടുത്തേക്ക്.
എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അവൻ രക്ഷപ്പെട്ടിങ്ങ് പോരുമല്ലോ. ഇല്ലല്ല, എനിക്ക് മാജിക് പവർ ഒന്നും വേണ്ട. നിങ്ങൾ എന്നെ കുടുക്കാൻ ശ്രമിക്കുകയാണ്. പ്ലീസ് ഞങ്ങളെ സഹായിക്ക്. ഹ്യൂമൻ റേസ് അപകടത്തിലാണ്. നീ നല്ല ആളാണ്. അങ്കിൾ ആന്റിയും നല്ലവരാണ്. അതുകൊണ്ടാണ് നിന്നെ ഞങ്ങളുടെ കൂടെ തന്നെ അയച്ചത്. ശരി ശരി, ഞാൻ സമ്മതിച്ചു. ഞാൻ അവിടെ എവിടെയെങ്കിലും അപകടം കണ്ടാൽ ഞാൻ അപ്പൊ തന്നെ തിരിച്ചു പോകുന്നേക്കും പറഞ്ഞേക്കാം. വേറൊന്നും കണ്ടുപിടിക്കാൻ നിൽക്കില്ല. ശരി ശരി, ഓക്കെ. മാജിക് പവർ ട്രാൻസ്ഫറോ. ഇപ്പൊ നിനക്ക് പറക്കാൻ പറ്റും. ഞാനിപ്പോ പറക്കുന്നുണ്ടല്ലോ, എനിക്ക് പറക്കാൻ പറ്റുന്നുണ്ട്. എന്നാ ശരി, ഞാൻ ഇനി പറന്ന് തന്നെ പോയേക്കാം. പറക്കുന്നത് മാത്രമല്ല, ഈ മാജിക് ഉപയോഗിച്ച് നിനക്ക് എന്ത് വേണമോ അത് ചെയ്യാം. പക്ഷെ നീ ആലോചിക്കണം, എന്താ ചെയ്യണ്ടെന്ന് ആലോചിക്കണം. ഇപ്പൊ നോർമലായിട്ട് പോയിക്കോ. ഇപ്പൊ ലൈനിൽ നിൽക്കുക, എന്നിട്ട് അവരുടെ കൂടെ അകത്തോട്ട് പോയിട്ട് എല്ലാ കാര്യവും മനസ്സിലായിക്കോ. എന്നാ ശരി. അത് കൊള്ളാം. എല്ലാരും പോയല്ലോ. പക്ഷെ നട്ബോയ് ഇവിടെ എങ്ങും ഇല്ലല്ലോ. ഒരുപക്ഷെ അവൻ കുടുങ്ങി കാണുമോ? ഇപ്പൊ നമ്മൾ അകത്തോട്ട് പോയിട്ട് അവനെ തേടി കണ്ടുപിടിക്കണം. അവൻ നമ്മുടെ ചുമതലയാണ്. അവനെ അങ്ങനെ ചുമ്മാ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. എന്നാ പിന്നെ കാർഡ്സിനെ പോലെ വേഷമിട്ട് നമുക്ക് അകത്തേക്ക് പോകാം. നമ്മൾ ഏത് ഗെറ്റപ്പിൽ ചെന്നാലും അവർ നമ്മളെ കണ്ടുപിടിക്കും. അദൃശ്യരായി കയറിയാൽ മാത്രമേ അവർ നമ്മളെ കണ്ടുപിടിക്കാതിരിക്കുകയുള്ളൂ. അത് ശരിയാ. അത് ഞാൻ പോലും അങ്ങ് മറന്നുപോയി. നമ്മളെപ്പോഴും ഗെറ്റപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമേ ആലോചിച്ചുള്ളൂ. താങ്ക് യു റംഗീല. വരൂ, ഇൻവിസിബിൾ ആയിട്ട് പോയേക്കാം. രുദ്ര, ഇവിടെ ആരെയും കാണാനില്ലല്ലോ. നെറ്റ്ബോയെ നമ്മൾ എങ്ങനെ തേടി കണ്ടെത്തും? അറിയത്തില്ല മൈറ, പക്ഷേ ഈ ടാങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. അതെന്തായാലും ഉറപ്പാ. വെൽക്കം വെൽക്കം മജീഷ്യൻ ടീം, വെൽക്കം. നിങ്ങളെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾ ഇൻവിസിബിൾ ആയി മാറിയാൽ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? എന്തിനാ പതുങ്ങി സംസാരിക്കുന്നേ? നേരിട്ട് വാ. ലോകം മുഴുവൻ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചവനാണ് ഞാൻ. നിന്റെ ഈ ചെറിയ ചെറിയ മാജിക് ഉപയോഗിച്ച് എന്നെ കൺട്രോൾ ചെയ്യാനാവില്ല. നിനക്ക് എന്റെ പവറിനെ കുറിച്ച് ഇനിയും ഒട്ടും അറിയില്ല. പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കൂ കുട്ടികളെ. ഇതാ പിടിച്ചോ. ഇത് നീ എങ്ങനെ ചെയ്തത്? അപ്പൊ നിനക്കും മാജിക് അറിയാമോ? എനിക്കറിയില്ല, പക്ഷെ എന്റെ ബോസിന് നല്ലതുപോലെ അറിയാം. ബോസോ? ആരെ ബോസ്? നട്ബോയ് നീയോ? ഈ നട്ബോയ് ആണോ നിന്റെ ബോസ്? ഹലോ രുദ്ര, എങ്ങനെയുണ്ട്? സുഖാണോ? എങ്ങനെയുണ്ട് എന്റെ ആക്ടിങ്? ഓസ്കർ കിട്ടിക്കോളും. വാ, എന്തൊരു ആക്ടിംഗ് ആയിരുന്നു. ഇത്രയും നേരം ആക്ടിംഗ് ചെയ്തോണ്ടിരിക്കുവായിരുന്നോ? യാ, എന്റെ കുടുംബത്തിലുള്ള എല്ലാവരും മനുഷ്യരുടെ കാലിനടിയിൽപ്പെട്ട് മരിച്ചു പോയതാണ്. ആ നിമിഷം ഞാൻ തീരുമാനിച്ചതാണ്, ഞാൻ മനുഷ്യന്മാർ എല്ലാവരെയും നശിപ്പിച്ചേ അടങ്ങൂ എന്ന്. എങ്കിലേ ഞങ്ങൾക്ക് ഒരു പേടിയുമില്ലാതെ വിജാത സ്ഥലത്തേക്ക് പോകാൻ പറ്റൂ. ഇയാൾ എന്റെ സയന്റിസ്റ്റ് ആണ്. മറ്റുള്ളവർക്ക് ഇയാൾ കിങ് സ്കാർക്രൂ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് തീരെ ശരിയല്ല നട്ബോയ്. എല്ലാ മനുഷ്യന്മാരും മോശമായ ആളുകളല്ല. ഹലോ രുദ്ര, ആ കാര്യം നീ ഞങ്ങൾക്ക് വിട്ടേക്ക്. നീ എന്താ വിചാരിച്ചത്? ആ ജ്യൂസ് ഞങ്ങൾ ഇവിടെ ടാങ്കിൽ നിറച്ചു വെക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണെന്നോ? അത് ഇവിടുത്തെ ട്രാൻസ്ഫർ ആകാൻ പോവുകയാണ് രഹസ്യമായ മറ്റൊരു സ്ഥലത്തേക്ക്. അത് ആർക്കും കണ്ടുപിടിക്കാനാവില്ല. പക്ഷെ നിങ്ങൾക്ക് ആർക്കും കണ്ടെത്താനാവില്ല. പുറത്ത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ നിങ്ങൾ മാജിക് ചെയ്യുമെന്ന് ഞങ്ങൾ കണ്ടതാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഞാൻ ഈ ലോകത്തെ മൊത്തം നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ സംഭവിച്ച എല്ലാ ഡ്രാമയും എന്റേതാണ്. മിസ്റ്റർ ആൻഡ് മിസ്സസ് മഷ്റൂമിനെ ഞാനാണ് നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു മെസ്സേജ് തന്നത്, ലോകം അപകടത്തിലാണെന്ന് പറഞ്ഞത്. എങ്കിൽ എനിക്ക് നിങ്ങളോടൊപ്പം ഇരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ മാജിക്കൽ പവറിനെ പറ്റി അറിയാൻ പറ്റുമോ? പിന്നെ അതിനെ എങ്ങനെയാണ് കൗണ്ടർ ചെയ്യേണ്ടത് അത് പഠിക്കാനും പറ്റും. എങ്കിലല്ലേ എനിക്ക് ലോകം മൊത്തത്തെയും നശിപ്പിക്കാൻ പറ്റൂ.
ബോസ് നിങ്ങളുടെ മാജിക്കിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അടുത്തുനിന്ന് മാജിക്കൽ പവർ കവർന്നെടുക്കുകയും ചെയ്തു. പക്ഷെ നീ എന്തിനാ ടോട്ടൽ ലോകത്തിനെ തന്നെ നശിപ്പിക്കാൻ നോക്കുന്നത്? നീ ശരിക്കും ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? ശരി, എങ്കിൽ അതും കൂടി പറഞ്ഞേക്കാം. ഇനി നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. നീ അത് കണ്ടോ? എങ്കിൽ എന്റെ ജ്യൂസ് മണ്ണിന്റെ അടിയിൽ കൂടി ചെടികളെയും മരങ്ങളെയും പിന്നെ ഗ്രാസിന്റെ അടിയിൽ കൂടിയും ലോകമെമ്പാടും പടർന്നു കയറും. ഒരു കാര്യം കൂടി പറയട്ടെ, സ്പ്രെഡ് ആകുന്നതല്ല, ഓൾറെഡി പടർന്നു കയറി കഴിഞ്ഞു. ഇന്ന് രാത്രിക്കകം അത് എല്ലാ സ്ഥലത്തും പടർന്നു കയറും. പിന്നെ അതിൽ നിന്ന് വലിയ വലിയ ഫ്രൂട്ട്സും പുറത്തേക്ക് വരും. കണ്ടോ കണ്ടോ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഈ ലോകം മുഴുവൻ ഈ ഫ്രൂട്ട്സ് സ്പ്രെഡ് ആയി കാണും. സൂര്യന്റെ വെളിച്ചം ആ ഫ്രൂട്ട്സിന്റെ മേലെ പെടുമ്പോൾ അത് ബ്ലാസ്റ്റ് ആയി കഴിയും. അപ്പോൾ അതിൽ നിന്ന് പുറത്തു വരുന്ന ഗ്യാസ് ലോകം മുഴുവനും സ്പ്രെഡ് ആകും. ആരൊക്കെയാണോ ഗ്യാസ് ശ്വാസിക്കുന്നത് അവരെല്ലാവരും അവിടെ തന്നെ വീണും മരിച്ചു പോകും. ലോകമെമ്പാടുള്ള ജനങ്ങൾ മരിച്ചു വീഴും. നട്ട് ബോയ്, ഇപ്പൊ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് നീ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. മൈര വെറും ഡ്രഗീല, നിങ്ങൾ മുഴുവൻ ലാബും നശിപ്പിക്കുക. ഞാൻ നട്ട് ബോയെ കൈകാര്യം ചെയ്തോളാം. നട്ട് ബോയ്, രുദ്രന്റെ പ്രായത്തിനെയും രുദ്രന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. വേണ്ട, എന്റെ പല വർഷങ്ങളായിട്ടുള്ള അധ്വാനം നശിപ്പിക്കരുത്. മരങ്ങൾ നിറച്ച ഫ്രൂട്ട്സ് ആണല്ലോ. ഈ മരങ്ങളൊക്കെ എവിടെ നിന്നായിരിക്കും വന്നിരിക്കുക? ഇന്നലെ വരെ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. കൊള്ളാമല്ലേ? നല്ല രസമുണ്ട്. വേഗം പറ, ഞങ്ങൾ ആ മരങ്ങളെ എങ്ങനെയാ തടഞ്ഞു നിർത്തുന്നത്? അല്ലെങ്കിൽ ഈ ലോകം മൊത്തം അവസാനിക്കും. അതിനു മുന്നേ നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് അവസാനിക്കും. പറഞ്ഞു തരാം, എല്ലാം പറഞ്ഞു തരാം. ആ റെഡ് ലിവർ പ്രസ് ചെയ്യേ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അയ്യോ, പേടിയാകുന്നു. നട്ട് ബോയ്, നിന്റെ കൂടെ സ്പെൻഡ് ചെയ്ത സമയം ഞങ്ങൾക്ക് ഒരുപാട് നാൾ ഓർമ്മ കാണും. നിങ്ങളുടെ ഭയം ഇത് മാത്രമല്ലേ, നിങ്ങൾ മനുഷ്യന്മാരുടെ കാലടിയിൽ ചതഞ്ഞു പോകുമെന്ന്? ഞാൻ ആ സ്ഥലം നാഷണൽ പാർക്കായിട്ട് മാറ്റിയേക്കാം. അതുകൊണ്ട് അങ്ങോട്ടൊന്നും ജനങ്ങൾ വന്നു പോകത്തില്ല. അപ്പൊ നിനക്ക് എപ്പോ വിചാരിച്ചാലും എവിടെ വിചാരിച്ചാലും ചുറ്റിക്കറങ്ങാം. നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതെ, ഞാൻ എന്റെ മുത്തശ്ശിന്റെ അടുത്ത് പറഞ്ഞത് ചെയ്തേക്കാം. ഇതിന്റെ സത്യമാണ്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് മനുഷ്യരുമായിട്ട് ഒരു ശത്രുതയും ഇല്ല. ഒരു കാര്യം പറയട്ടെ, നിങ്ങളൊക്കെ വളരെ നല്ലവരാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും വിശാല ഹൃദയമുള്ളവരാണ്. നമുക്ക് വീണ്ടും കൂട്ടുകാരാകാൻ പറ്റുമോ പ്ലീസ്? അതെ അതെ, പിന്നെന്താ? ഞങ്ങൾ ഇതിന്റെ മന്ത്രം എപ്പോഴും ഓർത്തിരിക്കും കേട്ടോ. അതൊരു അടിപൊളി മന്ത്രമാണ്. അതേത് മന്ത്രം? തിരിഞ്ഞു നിന്നിട്ട് തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ.
സംഭവം? ഗുഡ് മോർണിംഗ് മാഡം കാരൻഗോ. എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്റെ വൈഫ് ക്യൂൻ ഹസുമതിയെ ഈ സ്കൂളിൽ ജോലിക്കായി ചേർക്കണമെന്ന്. ഇവള് വീട്ടില് വെറുതെ ഇരുന്ന് വല്ലാതെ ബോറടിക്കുന്നു എന്ന്. അതൊക്കെ പോട്ടെ, നിങ്ങൾ ആദ്യം ഒരു കാര്യം പറയും. നിങ്ങൾ എവിടുന്നാ വന്നിരിക്കുന്നേ? ഓഹോ സോറി. എന്റെ പേര് കവേഡ് മജീഷ്യൻ എന്നാണ്. കവേർഡ് മജീഷ്യൻ? ഇതെന്തു പേരാ? സൈലൻസ്. ഇവരുടെ വൈഫ് നമ്മളെ പഠിപ്പിക്കുമെന്നോ? അപ്പൊ നമ്മള് കവേർഡായി പോവില്ലേ? ആരാ അത് പറഞ്ഞത്? നിങ്ങൾ ഈ സ്കൂളിലെ കുട്ടികൾക്ക് ഇതൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? മനുഷ്യൻ പേര് കൊണ്ടല്ല, അവൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടാണ് അറിയപ്പെടുന്നത്. കുട്ടികളെ ശാന്തരായിരിക്കൂ. ആരും ബഹളുണ്ടാക്കരുത്. ആരെയും ഇങ്ങനെയൊന്നും കളിയാക്കാൻ പാടില്ല. സോറി ഹസുമതി മാഡം, വളരെ സോറി. നിങ്ങളുടെ സോറി ഒന്നും അക്സെപ്റ്റബിൾ അല്ല. ഓരോ കുട്ടിയും എന്റെ അടുത്ത് വന്ന് ക്ഷമ ചോദിക്കുന്നത് വരെ ഞാൻ ആരെയും വെറുതെ വിടുന്ന പ്രശ്നമില്ല. അല്ല, നിങ്ങൾ ഇവിടെ വെറുതെ നിന്നോണ്ട് എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? അവർക്ക് ശരിക്കൊന്ന് കാണിച്ചു കൊടുക്ക്. നിങ്ങൾ കവേർഡ് അല്ല, ധൈര്യമായവനാണെന്ന് കാണിച്ചു കൊടുക്ക്. ഇവര് ശരിക്കും ഒരു പാഠം പഠിപ്പിക്കേ. ഇനി ഇവരാരും ആരെയും കളിയാക്കാൻ പാടില്ല. പ്ലീസ് ദയവായി ദേഷ്യപ്പെടരുത്. കുട്ടികളിൽ ആരാ അങ്ങനെ പറഞ്ഞത്? മുന്നോട്ട് വരൂ. ഞാൻ തന്നെയാ പറഞ്ഞത് മാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? ഇവരുടെ പേര് കേൾക്കുമ്പോ തന്നെ എല്ലാരും പൊട്ടിച്ചിരിക്കും. പിന്നെ ഒരാളുടെ പേര് കവേർഡ് എന്നാണെങ്കിൽ അയാൾ ചെയ്യുന്ന ജോലിയും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? മതി, അവമാനിക്കുന്ന ഈ കളിയൊക്കെ മതിയാക്കിയോ? ഞാൻ ചുമ്മാ നിൽക്കുന്ന കരുതി നിങ്ങൾ എന്ത് വേണമെങ്കിലും പറയാവുന്നതാണോ? ഒറ്റ ഒരുത്തരെ ഞാൻ വെറുതെ വിടില്ല. കവേർഡ് മജീഷ്യൻ, പ്ലീസ് നിങ്ങളുടെ ദേഷ്യം അങ്ങ് വിട്ടേക്ക്. അവർക്ക് വേണ്ടി ഞാൻ സോറി ചോദിക്കുക. വേണ്ട രുദ്ര, നീ ഇടയിൽ കയറണ്ട. ഞാൻ ഓരോരുത്തരായിട്ട് വിളിച്ചിട്ട് സോറി പറയിപ്പിച്ചോളാം. കവേർഡ് മജീഷ്യൻ, രുദ്രന്റെ പ്രായത്തിനെയും രുദ്രന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. Ibaiska sakum pushtum. ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. ഞാൻ ഉറപ്പായിട്ട് തിരിച്ചു വരും. അപ്പൊ നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിന് നിന്നോട് ഞാൻ പകരം വേണ്ടിയിരിക്കും. ഞാൻ തിരിച്ചു വന്ന് പകരം ചോദിച്ചിരിക്കും. കുട്ടികളെ എല്ലാരും സ്കൂളിനകത്തേക്ക് ചെല്ല്. വരൂ. വാ, നമുക്ക് കുട്ടികൾക്കുള്ള പണി കൊടുക്കാം.
ഇതെന്താ അല്ല, ഇത്രയും പേര് എങ്ങനെ ഇത്രയും ഐസ്ക്യൂബിനകത്ത് പേര് കുടുങ്ങിപ്പോയത്? എങ്ങനെ കുടുങ്ങിപ്പോയത്? രുദ്ര, ഞങ്ങളെ രക്ഷിക്ക്, രക്ഷിക്ക്. Ibaiska Ice Cube Breako! Ice Cube Destroyo! ഇപ്പൊ എന്താ എല്ലാവരുടെ അഹങ്കാരം അങ്ങ് പോയോ? കളിയാക്കെ കളിയാക്കെ ഇപ്പൊ എന്നെ കളിയാക്കെ. ആരെ എന്നെ കളിയാക്കിയത് പറയേ? ചിരിക്കേ ചിരിക്കേ, പൊട്ടിച്ചിരിക്കേ, കളിയാക്കി ചിരിക്കേ. ഐ വാണ്ട് യു ടു ലാഫ് അറ്റ് മീ. ചിരിക്കേ, നമുക്ക് അല്പം കുട്ടിക്കുറുമ്പുകൾ ചെയ്യാം. വരൂ വരൂ. ഹോയ് ഹോ. ഹെൽപ്പല്ല, ചിരിക്ക്, നല്ലോണം ചിരിക്ക്. ഇപ്പൊ കളിയാക്ക്, നല്ലോണം കളിയാക്ക്. നിങ്ങളുടെ കരൾ ഉറപ്പൊന്ന് കാണട്ടെ. കവേർഡ് മജീഷ്യൻ, ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത് പ്ലീസ്. നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നല്ല മനുഷ്യനായിരുന്നു ഞാൻ, നല്ല മനുഷ്യനായിരുന്നു രുദ്ര. പക്ഷെ എന്നെ ആരെങ്കിലും അപമാനിച്ചാൽ അതെല്ലാം ഞാനങ്ങ് മറന്നു പോകും. വേണ്ട കവേർഡ് മജീഷ്യൻ, വേണ്ട. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ദയവ് ചെയ്ത് ഒന്ന് നിർത്ത്. വേണ്ട, നിർത്ത്. എവിടെ പോയേ? എവിടെ പോയി അവര്? വരൂ, എല്ലാരും അകത്തോട്ട് പോകൂ, അകത്തോട്ട് പോകൂ. താങ്ക് യു രുദ്ര, നീ എല്ലാവരെയും രക്ഷിച്ചു. മാഡം കാനുങ്കോ, അപകടം ഇതുവരെ നമ്മളെ വിട്ട് പോയിട്ടില്ല. അവര് വീണ്ടും വരും. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഐസ് ക്യൂബിനകത്ത് എല്ലാവരും എങ്ങനെയാ കുടുങ്ങിപ്പോയെന്നാണ്. അത് എന്ത് ട്രാപ്പായിരുന്നു? നമ്മളെല്ലാരും എങ്ങനെയാ കുടുങ്ങിപ്പോയത്? മാഡം കാനുങ്കോ, ഞാൻ സ്കൂളിനെ ചുറ്റും ഒരു റൗണ്ട് പോയിട്ട് വരാം. പിന്നെ ഞാൻ നോക്കിയിട്ട് വരാം ഹിഡൻ ട്രാപ്സ് എവിടെയൊക്കെ ഉണ്ടെന്ന്. ഗോഗിളിന്റെ സഹായത്തോടെ ട്രാപ്സ് എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കണം. ഗോഗിൾസ് ഓൺ. എല്ലാരും സൂക്ഷിക്ക്. ഡാർക്ക് ഫ്ലോട്ട് ആയിട്ട് ഇങ്ങോട്ടാണ് വരുന്നത്. ഇതൊരു ട്രാപ്പ് ആയിരിക്കും. ഈ ഇൻവിസിബിൾ ട്രാപ്പേഴ്സ് ഗോഗിളിനകത്തൂടെ മാത്രമേ കാണാൻ പറ്റൂ. കൂട്ടുകാരെ, ഈ ഗോഗിൾസ് എടുത്തോ. എല്ലാരും തയ്യാറായിക്കോ. പിന്നെ ഡോട്ടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്ക്. ഇത് വന്നുകൊണ്ടിരിക്കുവാണ്. വേഗം നിങ്ങളുടെ റൂമിലോട്ട് പോ, വെളിയിലോട്ട് വരരുത്. ചെല്ലു കുട്ടികളെ, രുദ്ര പറയുന്നത് അനുസരിക്കേ. വേഗം ചെല്ല്, എല്ലാവരും അവരുടെ റൂമിലേക്ക് ചെല്ല്. രുദ്ര, നീ ഇവിടെ തന്നെ നിൽക്ക്. ആ കവേർഡ് മജീഷ്യനെ കൺട്രോൾ ചെയ്യാൻ നീ ഇവിടെ ഉണ്ടായേ പറ്റൂ രുദ്ര. ശരി മാഡം കാനുങ്കോ. വരൂ കുട്ടികളെ, എല്ലാവരും എന്നെ പിന്നാലെ വരൂ. എല്ലാവരും സൺഗ്ലാസസ് അണിഞ്ഞോളൂ. വേഗം വരൂ.
ഞങ്ങളെ ആരെങ്കിലും രക്ഷിക്കൂ. പ്ലീസ് രക്ഷിക്കൂ. പ്ലീസ് രക്ഷിക്കണേ. പേടിയാവുന്നു. രക്ഷിക്കണേ. രുദ്ര ഞങ്ങളെ രക്ഷിക്കേ. പ്ലീസ്. കരയുന്ന ശബ്ദം വന്നുകൊണ്ടിരിക്കുവാണല്ലോ. വരും എന്താന്ന് നോക്കാം. വളരെ ചെറിയ രൂപത്തിൽ ട്രാപ്പ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. രുദ്ര, നിനക്കാരെയും രക്ഷിക്കാനാവില്ല, ആരെയും രക്ഷിക്കാനാവില്ല. ഇന്ന് ഞാൻ എല്ലാവർക്കും അത്തരം ഒരു ശിക്ഷയാണ് നൽകാൻ പോകുന്നത്. അതൊരിക്കലും നിങ്ങൾ മറക്കില്ല. ജീവിതകാലം മുഴുവൻ അത് ഓർമ്മയുണ്ടാകും. കവേർഡ് മജീഷ്യൻ, നീ വെറുതെ പേരിന് മാത്രമല്ല, നീ ശരിക്കും ഒരു കവേർഡാണ്. കൊച്ചുകുട്ടികളുടെ അടുത്താണോ നീ ആരാണെന്ന് കാണിക്കുന്നത്? അതും ചീറ്റിംഗ് ചെയ്തിട്ട്. ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ അടുത്ത് 1-to-1 ഫൈറ്റ് ചെയ്ത് കാണിക്ക്. എന്നിട്ട് പ്രൂവ് ചെയ്യേ നീ കവേർഡല്ലെന്ന്. വരൂ, പുറത്തേക്ക് വരൂ രുദ്ര, പുറത്തേക്ക് വരൂ. ഐ ആം വെയിറ്റിംഗ് രുദ്ര. രുദ്ര, എനിക്ക് നിന്നോട് യാതൊരുവിധ ശത്രുതയും ഇല്ല. പക്ഷെ ഈ കുട്ടികൾ മനസ്സുകൊണ്ട് എന്നോട് സോറി പറയുന്നത് വരെ ഞാൻ ഇവരെ വെറുതെ വിടില്ല. കുട്ടികൾ എന്താണോ ചെയ്തത് അതെല്ലാം തെറ്റ് തന്നെയാണ്, ഞാൻ സമ്മതിക്കുക. പക്ഷെ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങള് അതിനെക്കാട്ടിലും വലിയ തെറ്റാണ്. കുട്ടികൾ വെറും കുട്ടികളല്ലേ, അവരിതെല്ലാം നിസ്സാരമായിട്ട് കണക്കാക്കി കാണും. പക്ഷെ നിങ്ങൾക്കെല്ലാം അറിയത്തില്ലേ, എന്റെ മനസ്സ് പറയുന്നത് നിനക്ക് പോലും എന്നെ ഒന്നും ചെയ്യാനാവില്ല എന്നാണ്. രുദ്രാന്റെ പ്രായത്തിനെയും രുദ്രാന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഇനി നിങ്ങൾ ആരും രക്ഷപ്പെടില്ല. ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ എല്ലാവരും ഞാൻ അവസാനിപ്പിക്കും. ഒരാൾക്ക് ഞാൻ മാപ്പ് കൊടുക്കില്ല, കൊടുക്കില്ല, ഇല്ല. ഓടിക്കോ. അവനെ തടഞ്ഞു നിർത്ത്. Ibaiska fan, stop it! രുദ്ര, നിനക്ക് ഈ ഫാനുകളെ തടഞ്ഞു നിർത്താറാവില്ല. Focus and believe. ഇല്ല, ഇല്ല, ഇല്ല. നീ ആരെയൊക്കെ തടഞ്ഞു നിർത്തും രുദ്ര? എന്തൊക്കെ തടഞ്ഞു നിർത്തും? ഞാനിപ്പോ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്. കവേഡ് അല്ലെന്ന് തീരുമാനിക്കും. ഓരോരുത്തരും എന്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കും. ഈ ഫാൻ ഈ കുട്ടികളെ ആരെങ്കിലും തൊട്ടാൽ പിന്നെ നിങ്ങൾ ആരും അതിൽ നിന്ന് രക്ഷപ്പെടില്ല. നിങ്ങളുടെ എല്ലാവരുടെയും കഥ അവസാനിക്കും. ഒരു കൂടിന്റെ ആവശ്യമില്ല, ഒരു തടവിന്റെ ആവശ്യമില്ല. Everybody will be finished. മാഡം കാനൻഗോ, കവേർഡ് മജീഷ്യൻ വളരെ നല്ല മനുഷ്യനാണ്. അവരെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തത് കൊണ്ട് അതുകൊണ്ട് ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. ജെനി ജോറിയുടെ അടുത്ത് സോറി പറയാൻ പറയൂ. ഏതൊക്കെ കുട്ടികളാണോ അവരെ നോക്കി ചിരിച്ചത് അവരുടെ അടുത്തെല്ലാം സോറി പറയാൻ പറയൂ. കുട്ടികളെ, രുദ്ര പറയുന്നത് ശരിയാണ്. നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തോട് സോറി പറഞ്ഞേ പറ്റൂ. ജെനി, ജോഡി, നിങ്ങൾ തന്നെ ആദ്യം അദ്ദേഹത്തോട് സോറി പറയൂ. നിങ്ങൾ ചെയ്തതിനുള്ള ശിക്ഷ ഒരിക്കലും മറ്റുള്ളവർക്ക് കൂടി കിട്ടാൻ പാടില്ല. സോറി സർ, സോറി. ഞങ്ങൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. സോറി സർ, സോറി, വെരി സോറി. ഇനി ഒരിക്കലും ആരും അങ്ങനെ കളിയാക്കില്ല. സോറി സർ, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. വേണ്ട, വേണ്ട, വേണ്ട. ഞാൻ ഒരാളെയും വെറുതെ വിടാൻ പോകുന്നില്ല. ഒന്ന് മതിയാക്ക്. നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഒട്ടും ശരിയല്ല. നിങ്ങളെ ചിരിച്ച മുഖത്തോടെ കാണുന്നതാ നല്ലത്. നോക്കൂ, എല്ലാരും സോറി പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ ആ ദേഷ്യമൊക്കെ മാറ്റി വെക്കേ.
അതെ കവേർഡ് മജീഷ്യൻ സർ, നിങ്ങളുടെ ദേഷ്യം എല്ലാം മാറ്റി വെക്ക്. ഒന്നിങ്ങോട്ട് നോക്ക്, ഇതിൽ അവരുടെ വലിയ തെറ്റൊന്നുമില്ല. നിങ്ങളുടെ പേര് തന്നെ അങ്ങനെയാണല്ലോ. ആദ്യമായിട്ട് ആ പേര് ആര് കേട്ടാലും അറിയാതെ ചിരിച്ചു പോകും. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ശരി, ഓക്കെ. ഇപ്പോ നിങ്ങൾ എല്ലാവരും എന്നോട് സോറി പറഞ്ഞത് കൊണ്ട് ഞാൻ എന്റെ ദേഷ്യം മാറ്റാൻ ശ്രമിക്കുകയാണ്. ആക്ച്വലി ഞാനും നിങ്ങളോട് സോറി പറയേണ്ടതാണ്. ഞാൻ നിങ്ങളോട് ഇത്രയധികം ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു. താങ്ക് യു വെരി മച്ച്. വീണ്ടും ഇങ്ങനത്തെ തെറ്റൊന്നും ആരും ചെയ്യത്തില്ല. നിങ്ങൾ എല്ലാവർക്കും നല്ലൊരു പാഠമാണ് പഠിപ്പിച്ചു തന്നത്. അതെ രുദ്ര, ഇത് നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ്. ദേഷ്യം എപ്പോഴും നമ്മുടെ കൺട്രോളിൽ വെച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. താങ്ക് യു വെരി മച്ച് രുദ്ര. നീ എനിക്ക് നല്ലൊരു പാഠമാണ് പഠിപ്പിച്ചു തന്നത്. കവേർഡ് മജീഷ്യൻ സർ, താങ്ക് യു വെരി മച്ച്. ക്യൂൻ ഹസുമതി മാഡം, ഇത് നിങ്ങളുടെ സ്കൂളായി കരുതിക്കോളൂ. നിങ്ങൾക്ക് ആഗ്രഹമുള്ളപ്പോഴൊക്കെ ഇവിടെ ഒന്ന് പഠിപ്പിക്കാവുന്നതാണ്. തീർച്ചയായും ഒരു ദിവസം ഞാൻ തീർച്ചയായും വരും. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ സമയമായി. ബൈ ബൈ. ബൈ ബൈ. ഇത് ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഒരു ചെറിയ ഗിഫ്റ്റ് ആണ്. താങ്ക് യു സർ. താങ്ക് യു സ്വീറ്റ് ഹസ്മതി മാം. Watch India's largest kids library only on Jio Hotstar. Download the app now.